ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇവിടെ എലിഫൻറ്റ് സർവേ നടത്തിയിട്ടുണ്ടോ? അതിനകത്ത് എത്ര വർധനവുണ്ടായിട്ടുണ്ട് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? സാർ, കാട്ടാനകളെ പിടിക്കാനും കുങ്കിയാനകൾ മുഖേന അതിനെ നാട്ടാനയാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള നടപടി നടത്തിയിട്ടുണ്ടോ? നമ്മുടെ കോന്നിയിലും അതോടൊപ്പം തന്നെയുള്ള മറ്റ് ആന പരിശീലന കേന്ദ്രത്തിലും ഇപ്പോഴെത്ര ആനകൾ അതിൻ്റെ പരിശീലനത്തിലുണ്ട്? ഇനി അധികമായി വരുന്ന ഈ ആനകളെ കൂടെ, ഇപ്പം നമ്മുടെ നാട്ടിലെ നാട്ടാനകളുടെ എണ്ണം വളരെ കുറയുകയാണ്. ബീഹാറിൽ നിന്നും മറ്റ് രാജസ്ഥാനിൽ നിന്ന് വരുന്ന ആനകളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടാനയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കാട്ടിൽ വരുന്ന അധിക ആനകൾ നാട്ടാനയായി മാറ്റുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നു. യെസ് മിനിസ്റ്റർ. സർ, അത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സർ, ഏതിനാ മറുപടി പറയുന്നത്? നാട്ടാനയാക്കാൻ പറ്റും. ആനയുടെ സർവേ എടുത്തിട്ടുണ്ടോ? ആനകളുടെ ആരെ ചോദ്യം ആനകളുടെ സർവേ എടുത്തിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട കോട്ട മെമ്പർ അങ്ങനെ ചോദിക്കാറുള്ളൂ. അപ്പോൾ സാർ, കാട്ടാനകളെ സംബന്ധിച്ച സർവേ ഇക്കഴിഞ്ഞ 2022 കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തിയിട്ടുണ്ട്. ആ കണക്കുകളുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ അല്ല, അനിയന്ത്രിതമായ വർധനവ് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പരിശോധിക്കാനുള്ള നടപടികൾ പരിശോധിച്ചു വരികയാണ്. സർ, മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് നാട്ടാനകളാക്കി മാറ്റും. പക്ഷെ വനത്തിൽ നിന്നും നമ്മൾ ഈ രൂപത്തിൽ അക്രമകാരികളായ കാട്ടാനകളെ പിടിച്ചാൽ നമ്മൾ ചെയ്യുന്നത് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് അയക്കുക. അത് ധോണി, ഇവിടെ തിരുവനന്തപുരത്തെ നെയ്യാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അയക്കുന്നത്. അവ സ്വാഭാവികമായും പിന്നീട് കുങ്കിയാനകളായി മാറും. നമ്മൾ കോന്നിയിൽ നിന്നും പിടിച്ച ആനയാണിപ്പോൾ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ കുങ്കിയാനയുടെ റോൾ നിർവഹിച്ചുകൊണ്ട് ചിന്നക്കനാലിൽ നിന്നും ഒക്കെ ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു അനിയന്ത്രിതമായി നടത്താൻ പറ്റില്ല സർ. വളരെ സൂക്ഷിച്ചും കരുതലോടെയും പടിപടിയായി മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ.